ഹായ്, ദിസ് ഈസ് ജിതിൻ ഫ്രം ബാക്ക് ബെഞ്ചസ് ഒപ്റ്റോമെട്രി. ഇന്ന് ഒന്ന് രണ്ട് പേരൊക്കെ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ജാക്സൺ ക്രോസ് സിലിണ്ടറിൻ്റെ ഒരു ലെക്ചർ എടുക്കുമെന്ന്. അപ്പോൾ ജാക്സൺ ക്രോസ് സിലിണ്ടർ എടുക്കാമെന്ന് വിചാരിച്ചു. സാധാരണ ഒരുപാട് പേർക്കൊക്കെ ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ ജാക്സൺ ക്രോസ് സിലിണ്ടർ. ശരിക്കും ഇതിൻ്റെ കൺസെപ്റ്റ് മനസ്സിലാക്കുവാണെങ്കിൽ അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ അല്ല ഇത്. ഞാൻ എനിക്കറിയാവുന്ന പോലെ കുറച്ച് സിമ്പിളായിട്ട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അപ്പോൾ ഞാൻ അതിന് മുന്നേ ജാക്സൺ ക്രോസ് സിലിണ്ടറിന് വേറൊരു രീതിയിൽ പറയാം. അതായത് ഞാനൊരു ഷോർട്ട് കട്ട് പറഞ്ഞുതരാം ഇത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. അത് ഓർത്ത് വെച്ച് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും. അതേപോലെ തന്നെ ഞാൻ ഈ ജാക്സൺ ക്രോസ് സിലിണ്ടറിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് 2 ഭാഗങ്ങളാക്കാം. ഓക്കെ, ഇങ്ങനെയല്ല നമ്മുടെ ജാക്സൺ ക്രോസ് സിലിണ്ടർ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഞാനിതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഈ ഒരു ഭാഗത്തിന് ഞാൻ ഇപ്പോൾ എൻ്റെ നമ്മുടെ ഹെഡ് ഭാഗം, ഈ റൗണ്ട് വരുന്ന ഈ ഒരു ഭാഗത്തിന് ഞാൻ എൻ്റെ ജാക്സൺ ക്രോസ് സിലിണ്ടറിൻ്റെ ഹെഡ് എന്നും നമ്മുടെ ഹാൻഡിൽ വരുന്ന ഈ ഒരു ഭാഗത്തിന് ഞാൻ ടെയിലെന്നും വിളിച്ചു. ഓക്കെ, അപ്പോൾ ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാക്സൺ ക്രോസ് സിലിണ്ടറിൻ്റെ ലെൻസ് വരുന്ന ഭാഗം, ഹാൻഡിലിനെ ഞാൻ വിളിച്ചു ടെയിലെന്ന് വിളിച്ചു. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഹെഡും ടെയിലും വെച്ചിട്ട് ഞാൻ നിങ്ങൾക്കൊരു ഷോർട്ട് കട്ട് പറഞ്ഞുതരാം. അപ്പോൾ അത് ഓർത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജാക്സൺ ക്രോസ് സിലിണ്ടറിൽ വലിയ കൺഫ്യൂഷൻസ് ഒന്നും വരത്തില്ല. നമുക്ക് ജാക്സൺ ക്രോസ് സിലിണ്ടർ എന്താ നോക്കാം. ഈ ജാക്സൺ ക്രോസ് സിലിണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റിഫ്രാക്ഷനിലെ സിലിണ്ടറിൻ്റെ പവറും ആക്സിസും റിഫൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നൊരു ടെക്നിക്കാണ്, അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രുമെൻ്റാണ് ജാക്സൺ ക്രോസ് സിലിണ്ടർ എന്ന് പറയുന്നത്. നമുക്ക് 3 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ടെസ്റ്റ് യൂസ് ചെയ്യാം. ഒന്നാമത്തേന്ന് വെച്ചാൽ നമ്മുടെ പേഷ്യൻറ്റിന് അസ്റ്റിഗ്മാറ്റിസം ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. രണ്ടാമത്തേത് അസ്റ്റിഗ്മാറ്റിസം പേഷ്യൻറ്റിനുണ്ട്, അപ്പോൾ അസ്റ്റിഗ്മാറ്റിസത്തിന് കറക്ഷൻ കൊടുക്കുന്നത് സിലിണ്ടറിക്കൽ ലെൻസാണ്. ആ സിലിണ്ടറിക്കൽ ലെൻസിൻ്റെ ആക്സിസ് റിഫൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് JCC യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ആ സിലിണ്ടറിക്കൽ ലെൻസിൻ്റെ പവർ റിഫൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും നമുക്ക് JCC യൂസ് ചെയ്യാം. ഓക്കെ, ഇനി എന്താണ് JCC എന്ന് നോക്കാം. ജാക്സൺ ക്രോസ് സിലിണ്ടർ അഥവാ ഈ JCC എന്ന് പറയുന്ന സാധനം, ദിസ് ഈസ് എ ക്രോസ് സിലിണ്ടർ ലെൻസ് വിത്ത് എ ഹാൻഡിൽ ഈസ് കോൾഡ് ജാക്സൺ ക്രോസ് സിലിണ്ടർ. ഓക്കെ, അപ്പോൾ ഒരു ക്രോസ് സിലിണ്ടർ എടുത്തിട്ട് അതിന് ഞാനൊരു ഹാൻഡിലും കൂടി വെച്ച് കൊടുക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ജാക്സൺ ക്രോസ് സിലിണ്ടർ. ഓക്കെ, ക്രോസ് സിലിണ്ടർ എന്താണെന്ന് നോക്കാം. സിലിണ്ടറിക്കൽ ലെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവില്ല ഒരു സിലിണ്ടറിക്കൽ ലെൻസ്. ഓക്കെ, അതിന് ഒരു ആക്സിസ് ഉണ്ടാവും. ഓക്കെ, ഒരു മെറിഡിയനിൽ ഒരു ആക്സിസ് ഉണ്ടാവും. ഇത് രണ്ടാമത്തെ ലെൻസ്. അപ്പോൾ സപ്പോസ് ഇതെൻ്റെ മൈനസ് ലെൻസ് ആണെന്ന് വിചാരിക്കുക, ഇതെൻ്റെ പ്ലസ് ലെൻസ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ ഈ 2 സിലിണ്ടറിക്കൽ ലെൻസുകളെയും കൂടി കമ്പൈൻ ചെയ്തു അല്ലേ. അപ്പോൾ ഞാൻ ഈ 2 ലെൻസുകളെയും കൂടി ഞാൻ കൂട്ടി യോജിപ്പിച്ചു, അല്ലെങ്കിൽ ഇതിനെ ഞാൻ ക്രോസ് ചെയ്യിപ്പിച്ചു. ക്രോസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടി യോജിപ്പിക്കാന്നല്ലേ, ക്രോസ് സിലിണ്ടർ. ഇപ്പോൾ നമ്മൾ പശുവിനൊക്കെ ക്രോസ് ചെയ്യാന്ന് പറയില്ലേ. അപ്പോൾ അതേപോലെ 2 സിലിണ്ടറുകളെ ഞാൻ കൂട്ടി ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ മുകളിൽ ഇതിൻ്റെ ഈ ഒരു ലെൻസ് എടുത്ത് ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു ഹാൻഡിലും കൂടി വെച്ച് കഴിഞ്ഞാൽ ആ ഇൻസ്ട്രുമെൻറ്റിനെ വിളിക്കുന്ന പേരാണ് ജാക്സൺ ക്രോസ് സിലിണ്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ബേസിക്കലി ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് 2 cylinders. ഓക്കെ, ദ ക്രോസ് സിലിണ്ടർ ടെക്നിക് ഡിറൈവ്സ് ഇറ്റ് നെയിം ഫ്രം ദ ഫാക്ട് ദാറ്റ് each of these cylinders can be considered as a combination of 2 equal yet opposite astigmatic lenses placed perpendicularly between them. ഈ വലിയ സെൻറ്റൻസിൽ എന്താ പറയുന്നത് വെച്ചാൽ, എങ്ങനെയാണ് ജാക്സൺ ക്രോസ് സിലിണ്ടറിന് ക്രോസ് സിലിണ്ടർ എന്നുള്ള പേര് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് 2 സിലിണ്ടറുകളാണ്. ആ 2 സിലിണ്ടറുകൾ ഓപ്പോസിറ്റ് സൈനും അതുപോലെ തന്നെ സെയിം പവറുമാണ്. ഓക്കെ, അപ്പോൾ ഈ ജാക്സൺ ക്രോസ് സിലിണ്ടർ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജാക്സൺ ക്രോസ് സിലിണ്ടറിൽ പവർ വരുന്നത് സെയിം ആണ്. ഓക്കെ, ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാം 0.50 0.50. ഓക്കെ, പക്ഷേ അത് ഒന്ന് മൈനസ് ലെൻസും ഒന്ന് പ്ലസ് ലെൻസും ആണ്. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഓക്കെ, ആൻഡ് ഇത് പെർപെൻഡിക്കുലർലിയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതായത് ഈ 2 ലെൻസുകളും തമ്മിലുള്ള ആംഗിളിൻ്റെ ഡിഫറൻസ്. ഓക്കെ, ഇപ്പോൾ ഇതാണ് എൻ്റെ ജാക്സൺ ക്രോസ് സിലിണ്ടർ എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തമ്മിലുള്ള ഈ ഒരു ഡിഫറൻസ് പെർപെൻഡിക്കുലർ ആയിരിക്കും. അതായത് 90 ഡിഗ്രി ആയിരിക്കും അത് തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈന് മൈനസ് ലെൻസും പ്ലസ് ലെൻസും പക്ഷേ സെയിം ആയിട്ടുള്ള പവർ. ഒന്നുമല്ലെങ്കിൽ 0.50 അത് -0.50 അല്ലെങ്കിൽ +0.50, അല്ലെങ്കിൽ 0.25 അതിൽ -0.25 അല്ലെങ്കിൽ +0.25. പവർ സെയിം ആയിരിക്കും എപ്പോഴും, പക്ഷേ സൈൻ ഡിഫറൻ്റ് ആയിരിക്കും. ഇനി ദ സ്ഫിയർ ഇൻ ദ ലെൻസ് ഈസ് ഡബിൾ ആൻഡ് ഓപ്പോസിറ്റ് പവർ ഓഫ് ദി സിലിണ്ടർ. അതെന്താണെന്ന് ഞാൻ പറയാം. ഓക്കെ, അതിന് മുന്നേ നമുക്ക് JCC എന്താണെന്നൊന്ന് ജസ്റ്റ് നോക്കാം. ഇപ്പോൾ ഇതാണ് എൻ്റെ JCC. ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ഓക്കെ, ഇതിൽ ഒരു പ്ലസ് സിലിണ്ടറും ഉണ്ട്, അതുപോലെ തന്നെ മൈനസ് സിലിണ്ടറും ഉണ്ട്. ഇനി ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, നിങ്ങൾ ഒരിക്കലും മറന്നു പോകാൻ പാടില്ലാത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മൈനസ് സിലിണ്ടർ കാണുന്നില്ലേ, ഇവിടെ റെഡ് കളർ കാണുന്നില്ല. റെഡ് കളർ കാണുന്നത് മൈനസ് ആണ്,
ബ്ലാക്ക് കളർ കാണുന്നത് പ്ലസ് ആണ്. ഈ ഒരു മൈനസ് സിലിണ്ടർ, ഈ റെഡ് കളർ കാണുന്ന ഈ ഒരു മൈനസ് വരുന്ന ഭാഗത്ത് ശരിക്കും ഇത് മൈനസ് സിലിണ്ടറിൻ്റെ ആക്സിസ് ആണ്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, മാറിപ്പോകരുത്. മൈനസിൻ്റെ ലൈൻ കാണുന്നത്, റെഡ് ലൈൻ കാണുന്നതെന്ന് വെച്ചാൽ ആ മൈനസ് സിലിണ്ടറിൻ്റെ ആക്സിസ് ആണത്. ഓക്കെ, അപ്പോൾ മൈനസ് സിലിണ്ടറിൻ്റെ പവർ എവിടെ വരുന്നത്? ഇവിടെയാണ് ആക്ച്വലി, വെർട്ടിക്കൽ മെറിഡിയനിലാണ് ആക്ച്വലി മൈനസ് സിലിണ്ടറിൻ്റെ പവർ വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ പ്ലസ്സും. ഓക്കെ, ഇതെൻ്റെ പ്ലസിൻ്റെ മെറിഡിയൻ ആണെന്നുണ്ടെങ്കിലും ഈ പ്ലസ് ആക്ട് ചെയ്യുന്നത് എവിടെയായിരിക്കും? ഹൊറിസോണ്ടൽ മെറിഡിയനിലായിരിക്കും. ഇത് മറന്നു പോകരുത്. ഓക്കെ, അപ്പോൾ ലൈൻ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സിസ് ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈൻ കാണുന്നത് റെഡ് കളർ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മൈനസ് സിലിണ്ടറിൻ്റെ ആക്സിസ് ആണ്. അതിൻ്റെ പവർ ആക്ട് ചെയ്യുന്നത് വെർട്ടിക്കൽ മെറിഡിയനിലാണ്. അതേപോലെ തന്നെ പ്ലസ് 90 കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90 കാണുന്നത് പ്ലസിൻ്റെ ആക്സിസ് ആണ്. അത് പവർ ആക്ട് ചെയ്യുന്നത് ഹൊറിസോണ്ടൽ മെറിഡിയനിലാണ്. ഇതൊരിക്കലും മറന്നു പോകരുത്. ഇതാണ് JCCയുടെ ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ള പാർട്ട്. ഓക്കെ, നമ്മളെപ്പോഴും മാറിപ്പോകുന്നതും കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു സാധനമാണിത്. അപ്പോൾ ഈ ലൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? ആക്സിസ് ആണ്. അത് സാധാ സിലിണ്ടറിക്കൽ പോലെയാണ്. ഇപ്പോൾ നമ്മൾ സാധാരണ ഒരു സിലിണ്ടർ ലെൻസ് എടുത്തു കഴിഞ്ഞാൽ -1 ലെൻസിൽ ലൈന് കാണുന്നത് എന്താ? ആക്സിസ് ആണ്. അതുപോലെ തന്നെയാണ് സിലിണ്ടറിലും, അല്ല ഈ ജാക്സൺ ക്രോസ് സിലിണ്ടറിൽ വരുമ്പോഴും സെയിം തന്നെ. ഓക്കെ, ഇനി ഇതിൻ്റെ ഒരു പവർ കൺവേർഷനെ പറ്റി, എങ്ങനെയാണൊരു ക്രോസ് സിലിണ്ടറിൽ നിന്ന് ഒരു സ്ഫിയറോ സിലിണ്ടറിലേക്ക് മാറ്റി എഴുതുന്നതെന്നുള്ള ഈ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. കാരണം അത് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ തന്നെ വീഡിയോയ്ക്ക് ലെങ്ത് ഉണ്ടാവും. ഇനി അതും കൂടി പറയുകയാണെങ്കിൽ പിന്നെ സമയം പോകും. അപ്പോൾ നമുക്ക് നോക്കാം. ഇതിപ്പോൾ നമ്മുടെ JCC ആണ്. അപ്പോൾ ഈ JCCനെ നമുക്ക് വേണമെങ്കിൽ പവർ ക്രോസ് ആക്കിയിട്ട് എഴുതാം. ഓക്കെ, ഈ 2 ഫോമിലേക്ക് മാറ്റി എഴുതാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ എൻ്റെ മൈനസ് ലെൻസിൻ്റെ ആക്സിസ് ആണ് ഇത്. ഓക്കെ, അപ്പോൾ ഈ മൈനസ് ലെൻസിൻ്റെ പവർ വരുന്നത് എവിടെയായിരിക്കും? വെർട്ടിക്കൽ മെറിഡിയനിലായിരിക്കും. അതുപോലെ തന്നെ എൻ്റെ പ്ലസ് ലെൻസിൻ്റെ ആക്സിസ് ആണിത്. പ്ലസ് ലെൻസിൻ്റെ പവർ വരുന്നത് എവിടെയായിരിക്കും? ഹൊറിസോണ്ടൽ മെറിഡിയനിലായിരിക്കും. അപ്പോൾ നമ്മളൊരു പവർ ക്രോസിലേക്ക് JCCനെ മാറ്റി എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയായിരിക്കും JCCയുടെ പവർ ക്രോസ് വരിക. ഓക്കെ, -0.5 +0.5. ഇനി ഈ ഒരു പവർ ക്രോസിനെ ഞാനൊരു സ്ഫിയറോ സിലിണ്ടർ ഫോർമുലയിലേക്ക് എഴുതുകയാണ്. ഇതിനെ ഞാനൊരു സ്ഫിയറോ സിലിണ്ടർ ഫോർമുലയിലേക്ക് എഴുതുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് iങ്ങനെ ഒരു ഫോർമുല കിട്ടും. ഓക്കെ, ഇങ്ങനെ ഒരു സ്ഫിയറോ സിലിണ്ടർ കോമ്പിനേഷൻ കിട്ടും. അതിൽ +0.50 -1 ഡയോപ്റ്റിക് സിലിണ്ടർ അറ്റ് 180. ഇങ്ങനെയായിരിക്കും ഈ പവർ ക്രോസ് ഞാൻ മാറ്റി എഴുതി കിട്ടുക. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ പറഞ്ഞ ഈ ഒരു പോയിന്റ് നോക്കിക്കേ. അതായത് നമ്മുടെ ദ സ്ഫിയർ ഇൻ ദ ലെൻസ് ഈസ് ഡബിൾ ആൻഡ് ഓപ്പോസിറ്റ് പവർ ഓഫ് ദി സിലിണ്ടർ. ഓക്കെ, നമുക്ക് കിട്ടിയിരിക്കുന്ന സ്ഫെറിക്കൽ വാല്യൂ, സ്ഫിയർ എന്ന് പറയുന്നത്, ഇവിടുത്തെ സ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +0.50 ആണ്. അത് ഹാഫ് ഓഫ് ദി സിലിണ്ടർ ആണ് അല്ലേ? ഇവിടെ ഇപ്പോൾ എൻ്റെ പവർ വരുന്നത് 1 ആണ് സിലിണ്ടറിൻ്റെ പവർ വരിക എന്നുണ്ടെങ്കിൽ 1ൻ്റെ പകുതി എത്രയാണ്? ഹാഫ്. ഓക്കെ, ഹാഫാണ് എൻ്റെ സിലിണ്ടർ. അതുപോലെ തന്നെ സിലിണ്ടറിൻ്റെ ഓപ്പോസിറ്റ് സൈനും ആയിരിക്കും. സിലിണ്ടർ ഇവിടെ മൈനസ് ആണ് വരുന്നത്, പക്ഷേ എൻ്റെ സ്ഫെറിക്കലിൻ്റെ സൈൻ എന്താ? പ്ലസ്. ഓക്കെ, ഇതെങ്ങനെ വരുന്നതെന്നൊക്കെ ആ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് കൺവേർട്ട് ചെയ്ത് എഴുതുന്നതിൻ്റെയാണ്. സിമ്പിൾ ട്രാൻസ്പോസിഷനിലൊക്കെ പറഞ്ഞ കാര്യങ്ങളാണ്. ഇതൊരു സിമ്പിൾ ട്രാൻസ്പോസിഷനാണ് ആക്ച്വലി. ഓക്കെ, ഒരു പവർ ക്രോസിൽ നിന്ന് പവർ എടുത്ത് എഴുതുന്നത്. ഓക്കെ, അത് നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. അതുകൊണ്ട് അതിൻ്റെ സ്റ്റെപ്പൊന്നും ഞാൻ പറയുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ JCCയുടെ സ്ഫെറിക്കൽ പവർ എന്ന് പറയുന്നത് നമ്മുടെ സിലിണ്ടറിൻ്റെ ഹാഫും ഓപ്പോസിറ്റ് സൈനും ആയിരിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നോക്കാം. as the spherical equivalent of the lens is 0. അപ്പോൾ നമുക്ക് സ്ഫെറിക്കൽ ഇക്വാലൻ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് JCCക്ക് കിട്ടുന്നത് 0 ആയിരിക്കും. കാരണം 2 കോമ്പിനേഷനാണ്, മൈനസ് സിലിണ്ടറും പ്ലസ് സിലിണ്ടറും രണ്ടും സെയിം സൈനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ സ്ഫെറിക്കൽ ഇക്വാലൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ 0 ആയിരിക്കും വരിക. സോ പ്ലേസിങ് ഇൻ ഫ്രണ്ട് ഓഫ് ദി പേഷ്യൻ്റ് ഐ. അപ്പോൾ ഈ ഒരു ലെൻസ് നമ്മൾ പേഷ്യൻറ്റിൻ്റെ കണ്ണിന് മുന്നിൽ പ്ലേസ് ചെയ്യുന്ന സമയത്ത് അവിടെ സ്റ്റെംസ് കോണോയിഡിന് യാതൊരു എഫക്റ്റും ഉണ്ടാവുന്നില്ല. സ്റ്റെംസ് കോണോയിഡിന് എഫക്റ്റ് ഉണ്ടാവുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് സർക്കിൾ ഓഫ് ലീസ്റ്റ് കൺഫ്യൂഷൻ എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിനെ ഇത് ബാധിക്കുന്നില്ല. എന്താണ് സർക്കിൾ ഓഫ് ലീസ്റ്റ് കൺഫ്യൂഷൻ? ജസ്റ്റ് ഒന്ന് പറയാം. അതായത് നമ്മുടെ ഒരു ആസ്റ്റിഗ്മാറ്റിസം ഉള്ള ഒരു കോർണിയയുടെ ഇമേജ് ഫോർമേഷനെയാണ് നമ്മൾ സ്റ്റെംസ് കോണോയിഡ് എന്ന് പറയുക. അതിൽ തന്നെ നമ്മുടെ ഹൊറിസോണ്ടൽ മെറിഡിയൻ ഒരു വെർട്ടിക്കൽ ലൈനും വെർട്ടിക്കൽ മെറിഡിയനിൽ നിന്ന് പോകുന്ന ലൈറ്റ് റേസ് ഒരു ഹൊറിസോണ്ടൽ ലൈനും ഫോം ചെയ്യും. ഇതിൻ്റെ സെൻട്രലായിട്ട് ഒരു സർക്കിൾ ഓഫ് ലീസ്റ്റ് കൺഫ്യൂഷൻ ഫോം ചെയ്യും. അതായത് സർക്കിളിലുള്ളൊരു ഇമേജ് ഫോം ചെയ്യും. ഇത് ഓൺ ദ റെറ്റിനയിലായിരിക്കും. ഈ സർക്കിൾ ഓഫ് ലീസ്റ്റ് കൺഫ്യൂഷനെ അഫക്റ്റ് ചെയ്യുന്ന സാധനമാണ് സ്ഫെറിക്കൽ പവർ. സ്ഫെറിക്കൽ പവർ കുറയുന്നതിനും കൂടുന്നതിനും അനുസരിച്ചിട്ട് ഇത് റെറ്റിനയിൽ നിന്ന് മുന്നിലേക്കും ബാക്കിലേക്കും പോകും. ഓക്കെ, പക്ഷേ ഡുവോക്രോം ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ ഈ സ്റ്റെംസ് കോണോയിഡിനെ കറക്റ്റ് റെറ്റിനയിൽ അലൈൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ ഡുവോക്രോം ടെസ്റ്റ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഈ JCC ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ
ഈ സ്റ്റെംസ് കോണോയിഡിൻ്റെ ഇൻ്റർവെല്ലിനാണ് ചേഞ്ച് സംഭവിക്കുന്നത്. ഓക്കെ, ഒന്നുമല്ലെങ്കിൽ ഈ ഇൻ്റർവെല്ല് ഇൻക്രീസ് ആവും, അതായത് ഈ സർക്കിൾ ഓഫ് ലീസ്റ്റ് കൺഫ്യൂഷൻ കറക്റ്റ് റിട്ടനെ തന്നെ ആയിരിക്കും ഇരിക്കുക, പക്ഷേ ഈ വെർട്ടിക്കൽ ലൈനുകളും ഹൊറിസോണ്ടൽ ലൈനുകളും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഒന്നുമല്ലെങ്കിൽ അത് ഇൻക്രീസ് ആവും, അല്ലെങ്കിൽ അത് ഡിക്രീസ് ആവും. ഓക്കെ, ഇതെന്തുകൊണ്ടാണ് വരുന്നത് എന്നുള്ളത് ഞാൻ സർക്കിൾ ഓഫ് ലീസ്റ്റ് കൺഫ്യൂഷൻ്റെയും നമ്മുടെ സ്റ്റെംസ് കോണോയിഡിൻ്റെയൊക്കെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ, അത് ഈ വീഡിയോയിൽ പറഞ്ഞാൽ പിന്നെയും ലെങ്ത് കൂടും. അപ്പോൾ ഇവിടെ നമ്മൾ JCC ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നില്ല, സർക്കിൾ ഓഫ് ലീസ്റ്റ് കൺഫ്യൂഷന് ചേഞ്ച് സംഭവിക്കുന്നില്ല. പക്ഷേ എന്നിരുന്നാലും ഹൗഎവർ ഇറ്റ് റെഡ്യൂസ് ഓർ ഇൻക്രീസസ് ദ അസ്റ്റിഗ്മാറ്റിക് എറർ. അസ്റ്റിഗ്മാറ്റിക് എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെംസ് കോണോയിഡിൻ്റെ ഇൻ്റർവെല്ലിന് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഡിഫറൻസ് ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോവാണ് ഡിറ്റർമൈനിങ് അസ്റ്റിഗ്മാറ്റിസം പവർ ആൻഡ് ആക്സിസ് യൂസിങ് എ JCC ലെൻസ്. നമ്മൾ അസ്റ്റിഗ്മാറ്റിസത്തിൻ്റെ ആക്സിസും പവറും ഒരു JCC ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഓർഡറാണ്. എങ്ങനെയാണ് JCC തുടങ്ങേണ്ടത്? ആദ്യം നമ്മൾ ആക്സിസ് റിഫൈൻ ചെയ്യോ അതോ പവർ റിഫൈൻ ചെയ്യോ? നമ്മൾ എപ്പോഴും റിഫൈൻ ചെയ്യേണ്ടത് ആദ്യം അസ്റ്റിഗ്മാറ്റിസത്തിൻ്റെ ആക്സിസ് ആയിരിക്കും. ഓക്കെ, ആക്സിസ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും രണ്ടാമതാണ് നമ്മൾ എന്ത് റിഫൈൻ ചെയ്യുന്നത്, പവർ റിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, AP എന്ന് ഓർത്ത് വെച്ചാൽ മതി, ആന്ധ്രാപ്രദേശ്. ഓക്കെ, ആന്ധ്രാപ്രദേശ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ആക്സിസ്, രണ്ടാമത് പവർ. ഇത് ഹാദിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ഹാദ്, DH, MOH ഇതിനൊക്കെ ചോദിക്കുന്ന വൺ വേർഡ് ക്വസ്റ്റ്യനാണ് ഇതിൻ്റെ ഓർഡർ. ആക്സിസ്, പവർ, ആക്സിസ്, അതാണ് JCCയുടെ ഓർഡർ. ഇനി നമ്മൾ നോക്കാൻ പോവാണ് ഡിറ്റക്റ്റിംഗ് അസ്റ്റിഗ്മാറ്റിസം. The standard examination of visual acuity starts by placing patient in front of the Snellen chart. നമ്മൾ പേഷ്യൻറ്റിനെ സ്നെല്ലൻ ചാർട്ടിന് മുമ്പിലോ അല്ലെങ്കിൽ ലോക്ക്മാർ ചാർട്ടിന് മുമ്പിലോ ATDRS ചാർട്ടിന് മുമ്പിലോ കൊണ്ടിരുത്തി ഇനി ബെസ്റ്റ് കറക്റ്റ് ആയിട്ടുള്ള വിഷൻ കൊടുത്തു. നമുക്ക് കിട്ടിയിരിക്കുന്ന AR നമുക്ക് ഒന്നല്ലെങ്കിൽ ARO അല്ലെങ്കിൽ റെറ്റിനോസ്കോപ്പി വെച്ചിട്ടായിരിക്കും നമ്മൾ ചെക്ക് ചെയ്യുക അല്ലേ. അപ്പോൾ നമ്മളത് ചെയ്തു, നമുക്ക് 6:6 കിട്ടിയിരിക്കുന്ന വിഷൻ നമ്മൾ പേഷ്യൻ്റെ കണ്ണിലിട്ടു. പേഷ്യൻ്റെ ബെസ്റ്റ് കറക്ഷൻ 6:6 ആണെന്ന് വിചാരിക്കുക. 6/6 ആണെന്നുണ്ടെങ്കിൽ ദ പേഷ്യൻ്റ് ഈസ് ആസ്ക്ഡ് ടു സീ എ ലൈൻ ദാറ്റ് 2 to 3 lines larger than the smallest line. ഇപ്പോൾ 6/6 ഉള്ള പേഷ്യൻറ്റിനോടാണെന്നുണ്ടെങ്കിൽ ഞാനൊരു 6/12 അല്ലെങ്കിൽ ഒരു 6/9 ഫോക്കസ് ചെയ്യാൻ പറയുകയാണ്. ആ ലൈൻ നോക്കാൻ പറയുന്നു. അതായത് പേഷ്യൻറ്റ് കംഫർട്ടായിട്ട് സീൻ ചെയ്യുന്ന ലൈൻ ഒരു 6/12 6/9 നോക്കാൻ പറയുന്നു. ദെൻ എ JCC ഓഫ് അഡിക്വേറ്റ് പവർ ഈസ് പ്ലേസ്ഡ്. നമുക്ക് വേണമെങ്കിൽ 0.50 JCC യൂസ് ചെയ്യാം. ഈ 6/6 ഒക്കെ ഉള്ള പേഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ 0.25 യൂസ് ചെയ്യാം. 6/6 താഴെ വേസ്റ്റ് ആയിട്ടുള്ള കണ്ടീഷൻ, ഇപ്പോൾ 6/9 6/12 ഒക്കെ വരുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് മിനിമം ഒരു 0.50 JCC എങ്കിലും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കത് റിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഫസ്റ്റ് വിത്ത് ദ ആക്സിസ് എലോങ് 180 ഡിഗ്രി പേഷ്യൻറ്റിന് പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നും തോന്നില്ല. നമ്മൾ പേഷ്യൻറ്റിനെ അത് കഴിഞ്ഞിട്ട് JCC ഫ്ലിപ്പ് ചെയ്ത് 90 ഡിഗ്രിയിൽ പിടിച്ചു. ആക്സിസ് നമ്മുടെ ഹാൻഡിൽ 90 ഡിഗ്രിയിലേക്ക് പിടിച്ചു. അപ്പോഴും പേഷ്യൻറ്റിന് പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നും തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ 2 മെറിഡിയനിലും കൂടി വെച്ച് നോക്കണം. ഒന്നുമല്ലെങ്കിൽ 45 ഡിഗ്രിയിലും ഒരു 135 ഡിഗ്രിയിലും കൂടി ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് നോക്കാം. ഈ 4 മെറിഡിയനിലും വെച്ചു, 180 വെച്ചു, 90 വെച്ചു, 45 വെച്ചു, 135 വെച്ചപ്പോഴും പേഷ്യൻറ്റിന് ഒരു ഡിഫറൻസും ഇല്ല എന്നുണ്ടെങ്കിൽ, ദർ ഈസ് നോ ഡിഫറൻസ് ഈസ് ഡിറ്റക്റ്റഡ്, ദെൻ ദ പേഷ്യൻറ്റ് ഈസ് ലൈക്ലി ഹാസ് എ മിനിമൽ അസ്റ്റിഗ്മാറ്റിസം. ഒന്നുമില്ലെങ്കിൽ ആ പേഷ്യൻറ്റ് വളരെ മിനിമൽ ആയിട്ടുള്ള അസ്റ്റിഗ്മാറ്റിസം ആയിരിക്കും, അല്ലെങ്കിൽ ആ പേഷ്യൻറ്റ് സ്ഫെറിക്കൽ എറർ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇപ്പോൾ എൻ്റെ പേഷ്യൻറ്റ് ഞാൻ ഒരു -1 ഉള്ളൊരു പേഷ്യൻറ്റ്, ആ പേഷ്യൻറ്റിൻ്റെ മുന്നിൽ ഞാൻ JCC ചെയ്ത് കഴിഞ്ഞാലും പേഷ്യൻറ്റ് പ്രത്യേകിച്ച് ഒരു ചേഞ്ചും തോന്നത്തില്ല. കാരണം പേഷ്യൻ്റ് ആകെ സ്ഫെറിക്കൽ എറർ മാത്രമേ ഉള്ളൂ, അവിടെ അസ്റ്റിഗ്മാറ്റിസം ഇല്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു പേഷ്യൻ്റെ മുന്നിൽ ഞാൻ JCC ഫ്ലിപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പേഷ്യൻറ്റിന് ഒരു ഡിഫറൻസും ഫീൽ ചെയ്യില്ല. ഇനി അതേ സമയത്ത് ഞാൻ രണ്ടാമത്തെ കണ്ടീഷൻ, അത് ഞാനിപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ കണ്ടീഷൻ, അതായത് -1-ന് -0.50 ഉള്ള കണ്ടീഷനിൽ ഈ പേഷ്യൻറ്റിൻ്റെ മുന്നിൽ ഞാൻ ഫ്ലിപ്പ് ചെയ്യുമ്പോൾ പേഷ്യൻറ്റ് ഏതെങ്കിലും ഒരു പൊസിഷനിൽ ക്ലിയർ ആണെന്ന് പറയും. പേഷ്യൻ്റ് ഒരു ഡിഫറൻസ് അപ്രീഷിയേറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ പേഷ്യൻറ്റിന് അസ്റ്റിഗ്മാറ്റിസം പ്രസൻ്റ് ആണ് എന്നുള്ളതാണ്. എ പേഷ്യൻറ്റ് വിത്ത് പുവർ വിഷൻ വിൽ നീഡ് എ ലാർജർ പവർ ടു അപ്രീഷിയേറ്റ് ഡിഫറൻസ് ദാൻ ദ പേഷ്യൻറ്റ് വിത്ത് എ ഗുഡ് വിഷൻ. ഇപ്പോൾ നമ്മൾ 6/6 ഉള്ളൊരു പേഷ്യൻറ്റ് 0.25 വെച്ച് ചെയ്യുന്ന സമയത്ത് 6/18 ബെസ്റ്റ് കറക്ഷൻ ഉള്ള ഒരാൾക്ക് 0.25 JCC വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ ഡിഫറൻസ് സിഗ്നിഫൈ ചെയ്ത് പറയാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ അവരിൽ കുറച്ചും കൂടി കൂടുതൽ പവറുള്ള JCC വേണം യൂസ് ചെയ്യാൻ. രണ്ടാമത്തെ സ്റ്റെപ്പിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ യൂസ് ആയിട്ടുള്ള അസ്റ്റിഗ്മാറ്റിസം ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു. ഇനി ഈ അസ്റ്റിഗ്മാറ്റിസം ഉള്ള ആൾക്കാരുടെ ആക്സിസ് എങ്ങനെയാണ് കറക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്, ആക്സിസ് എങ്ങനെയാണ് റിഫൈൻ ചെയ്യുന്നത് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഇത് ശ്രദ്ധിച്ച് കേൾക്കണം.
The examiner holds the JCC instrument with its handle aligning with the projection of the astigmatic axis. Thus, the positive and negative cylinder axes are straddling the astigmatic axis. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോയിന്റിൽ പറയുന്നത് എക്സാമിനർ JCC ഇൻസ്ട്രുമെൻറ്റ് കയ്യിലെടുത്തു വിത്ത് ഇറ്റ് ഹാൻഡിൽ. അപ്പോൾ നമ്മളതിൻ്റെ ഹാൻഡിൽ, അതായത് ഞാൻ പറഞ്ഞ നമ്മുടെ അസ്റ്റിഗ്മാറ്റിസം അല്ലെങ്കിൽ JCCയുടെ ഹാൻഡിൽ അല്ലെങ്കിൽ ടെയിൽ, ഓക്കെ, ഞാൻ ഇതിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് ടെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഹാൻഡിൽ, ഓക്കെ, ഈ പറയുന്ന ഹാൻഡിൽ അല്ലെങ്കിൽ ടെയിൽ പോർഷൻ അലൈനിങ് വിത്ത് ദ പ്രൊജക്ഷൻ ഓഫ് ദി അസ്റ്റിഗ്മാറ്റിക് ആക്സിസ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ JCC എങ്ങനെ പിടിക്കേണ്ടതെന്നാണ് പറയുന്നത്. നമ്മൾ എങ്ങനെ ഇത് അലൈൻ ചെയ്യേണ്ടത്? അസ്റ്റിഗ്മാറ്റിസത്തിൻ്റെ ആക്സിസിനോട് പാരലായിട്ട് നമ്മുടെ JCCയുടെ ഹാൻഡിൽ വരണം. സോ ഇത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഷോർട്ട് കട്ട് പറയാം. ഇത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഷോർട്ട് കട്ടാണ് ടാപ്പ്. അപ്പോൾ ടെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ടാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടെയിൽ ആക്സിസിനോട് പാരലാക്കി വെക്കുക. ഫസ്റ്റ് സ്റ്റെപ്പിൽ ടാപ്പാണ്. ഓക്കെ, ഫസ്റ്റ് ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞാൽ, അതായത് ആക്സിസ് കാണാൻ വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് ടാപ്പ്. നമ്മുടെ ടെയിൽ ആക്സിസിനോട് പാരലാക്കി വെക്കുക. സോ ഇതാണ് ഫസ്റ്റ് പോയിന്റ് പറയുന്നത്. എങ്ങനെയാണ് അത് അലൈൻ ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. ഹാൻഡിൽ അലൈനിങ് വിത്ത് ദ പ്രൊജക്ഷൻ ഓഫ് ദി അസ്റ്റിഗ്മാറ്റിക് ആക്സിസ്. ദസ് ദ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സിലിണ്ടർ ആക്സിസ് ആർ സ്ട്രാഡ്ലിംഗ് ദ അസ്റ്റിഗ്മാറ്റിക് ആക്സിസ്. പറഞ്ഞു നമുക്ക് ടാപ്പാണ് നമ്മുടെ ഷോർട്ട് കട്ട്. ടെയിൽ ആക്സിസിന് പാരലാക്കി വെക്കുക. ഓക്കെ, ഇനി ബൈ ടേണിംഗ് ദ ഇൻസ്ട്രുമെൻറ്റ് the patient is asked to choose an axis that is closer to the positive or negative cylindrical axis of the JCC instrument. If the patient prefers the positive axis, we turn the axis 5 to 10 degrees towards it and the opposite, and if the opposite patient prefers the negative axis instead. ഇതിൽ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനിവിടെ ഒരു JCC വെച്ച് കാണിക്കാം. ഓക്കെ, ഈ ഒരു ഇമേജ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഞാൻ ആദ്യത്തെ എക്സാമ്പിൾ വെച്ച് തന്നെ പറയുന്നത് 180 ആയിരുന്നു നമ്മുടെ ആക്സിസ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ പേഷ്യൻറ്റിൻ്റെ പവർ വരുന്നത് -1 ഡയോപ്റ്റർ സിലിണ്ടർ അറ്റ് 180 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ 180 വരുന്ന സമയത്ത് എവിടെ വെക്കണം എൻ്റെ ആക്സിസ്? ഫസ്റ്റത്തെ ഇക്വേഷൻ എന്തായിരുന്നു? ടാപ്പ്, അതായത് ടെയിൽ ആക്സിസിനോട് പാരലാക്കി വെക്കണം. ഇവിടെ എത്ര ആക്സിസ്? 180. അപ്പോൾ 180ൽ കൊണ്ടുപോയിട്ട് ഞാൻ എന്ത് ചെയ്തു? 180 മെറിഡിയനിൽ കൊണ്ടുപോയിട്ട് ഞാൻ എൻ്റെ ആക്സിസ് അല്ല എൻ്റെ ടെയിൽ വെച്ചു. അപ്പോൾ എൻ്റെ ആക്സിസിനോട് എൻ്റെ JCC എന്തായി? പാരലായി. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. രണ്ടാമത്തെ സ്റ്റെപ്പിൽ ആ പോയിന്റിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെപ്പോഴും ഈ ഒരു സ്റ്റെപ്പിൽ ഈ JCCയുടെ സൈൻ കൺസിഡർ ചെയ്യണം. നമ്മുടെ സിലിണ്ടറിക്കൽ പവറിൻ്റെ സൈൻ കൺസിഡർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതെന്താ? മൈനസ് ആണ്, മൈനസ് സിലിണ്ടറാണ്. അപ്പോൾ മൈനസ് സിലിണ്ടർ വരുന്ന ഒരു പേഷ്യൻറ്റിന്, അപ്പോൾ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് സിലിണ്ടർ വരുന്ന സമയത്ത് എപ്പോഴും നമ്മൾ മൈനസ് പവറിൻ്റെ ഭാഗം നോക്കണം, അതെങ്ങോട്ടേക്കാണെന്ന് നോക്കണം. ഓക്കെ, അപ്പോൾ മൈനസ് പവർ വരുന്ന ഒരാൾക്ക് നമ്മൾ മൈനസ് സൈഡിലേക്കാണ് ആദ്യം റൊട്ടേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് ഒരു 5 to 10 ഡിഗ്രി നമ്മൾ ആദ്യം എന്ത് ചെയ്യും? മൈനസ് സൈഡിലേക്ക് റൊട്ടേറ്റ് ചെയ്യും. ഇനിയിപ്പോൾ ഇതേ സ്ഥാനത്ത് ഒരു പ്ലസ് ആണെന്നുണ്ടെങ്കിലോ, പ്ലസ് കറക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഇത് ഇവിടെയാണ് പ്ലസ് വരുന്നത്. അപ്പോൾ ആ ഒരു പേഷ്യൻ്റ് വരുന്ന സമയത്ത് ഞാൻ റൊട്ടേറ്റ് ചെയ്ത് നോക്കേണ്ടത് എങ്ങോട്ടേക്കാണ്? എൻ്റെ റൈറ്റ് സൈഡിലേക്കാണ്. റൈറ്റ് സൈഡിലേക്കല്ല, ഈ പോസിറ്റീവ് സൈഡിലേക്ക്. ഞാൻ സൈഡ് പറയാത്തതെന്ന് വെച്ചാൽ ചിലപ്പോൾ അത് കൺഫ്യൂഷൻ ആവും. ഓക്കെ, ഈ റൈറ്റും ലെഫ്റ്റും അത് ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് ഞാൻ പിന്നെ റൈറ്റ് ലെഫ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയാത്തത്. എങ്ങോട്ടേക്കാണോ നമ്മുടെ പ്ലസ് പവറിൻ്റെ പൊസിഷൻ ഇരിക്കുന്നത്, എവിടെയാണോ നമ്മുടെ ലൈൻ ഇരിക്കുന്നത്, ആ സൈഡിലേക്ക് വേണം നമ്മൾ റൊട്ടേറ്റ് ചെയ്യാൻ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതിപ്പോൾ +1 ആണ്, ഇതിനിപ്പോൾ +1 ആണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ +1 180 ആയിരുന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങോട്ടേക്കാണ് റൊട്ടേറ്റ് ചെയ്യേണ്ടത്? ഇങ്ങോട്ടേക്കാണ് റൊട്ടേറ്റ് ചെയ്യേണ്ടത്. -1 ആണെങ്കിൽ മുകളിലേക്ക് റൊട്ടേറ്റ് ചെയ്യണം, കാരണം മൈനസ് ഇവിടെയാണ് ഇരിക്കുന്നത്, മൈനസിൻ്റെ ലൈൻ ഇവിടെയാണ് ഇരിക്കുന്നത്. പവർ എവിടെ വരുന്നത്? പവർ ഓപ്പോസിറ്റിലാണ് വരുന്നത്. പക്ഷേ മൈനസ് ലൈനിലേക്ക് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? റൊട്ടേറ്റ് ചെയ്യാൻ. കാരണം നമ്മളിവിടെ റിഫൈൻ ചെയ്യുന്നത് സിലിണ്ടറിൻ്റെ ആക്സിസ് ആണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ ലൈൻ കൺസിഡർ ചെയ്യുന്നത്. പവർ വരുമ്പോൾ നേരെ തിരിച്ചായിരിക്കും വരിക, അത് ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് നോക്കുക. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്ലിപ്പ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ഈ ഒരു പൊസിഷൻ വെച്ചു. ഇപ്പോൾ ഈ ഒരു പൊസിഷൻ നമ്പർ 1 ആണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ പൊസിഷൻ വരിക ഇതായിരിക്കും. ഓക്കെ, ഈ ഒരു പൊസിഷൻ നോക്കിയാൽ മതി. സോ ഇവിടെ മൈനസ് ആയിരുന്നു ആദ്യത്തെ പൊസിഷനിൽ ഉണ്ടായിരുന്നത്. രണ്ടാമത്തെ പൊസിഷൻ ഇങ്ങനെ വെക്കുമ്പോഴത്തേക്കും, ഫ്ലിപ്പ് ചെയ്യുമ്പോഴത്തേക്കും അവിടെ പ്ലസ് വരും. അപ്പോൾ സാധാരണ മൈനസ് ഉള്ളൊരു പേഷ്യൻറ്റ് ഏത് പൊസിഷനായിരിക്കും പറയുക? മൈനസ് സൈഡിലേക്കായിരിക്കും. അപ്പോൾ ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ ചിലപ്പോൾ ആ പേഷ്യൻ്റ് ഈ ഒരു പൊസിഷനായിരിക്കും പറയാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഈ പേഷ്യൻ്റ് ഈ രണ്ടാമത്തെ പൊസിഷനായിരിക്കും പറയാം. പക്ഷേ ഏത് പൊസിഷനിലേക്കാണെന്നുണ്ടെങ്കിലും നമ്മൾ എങ്ങോട്ടേക്കാണ് അത് റൊട്ടേറ്റ് ചെയ്യേണ്ടത്? നമ്മുടെ മൈനസ് സിലിണ്ടർ, അതായത് നമ്മുടെ സൈന് നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ഈ JCC
5 to 10 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാൻ ചെയ്തു. റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഒരു 5 ഡിഗ്രി ഞാൻ താഴേക്ക് മാറ്റി. ഓക്കെ, അല്ലെങ്കിൽ ഒരു 10 ഡിഗ്രി ഞാൻ താഴേക്ക് മാറ്റി. ഇപ്പോൾ ഈ ഒരു കേസിൽ ഇപ്പോൾ മൈനസ് സിലിണ്ടർ ഇവിടെ കിടക്കുന്നു. അപ്പോൾ ഞാനൊരു 10 ഡിഗ്രി താഴേക്ക് ആക്കിയപ്പോഴത്തേക്കും ആക്സിസ് 10ലേക്കായി. ആക്സിസ് 10ൽ വെച്ചിട്ട് ഞാൻ ഫ്ലിപ്പ് ചെയ്തു. അപ്പോൾ ആ 10 എന്ന് പറഞ്ഞ ആക്സിസിൽ വെച്ചിട്ട് ഞാൻ വീണ്ടും JCC ഫ്ലിപ്പ് ചെയ്തു. ഫ്ലിപ്പ് ചെയ്ത് നോക്കുമ്പോൾ പേഷ്യൻറ്റിന് പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ രണ്ടും സെയിം ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റിഫൈൻമെൻറ്റ്, ആക്സിസ് റിഫൈൻമെൻറ്റ് കറക്റ്റ് ആണെന്നാണ് അതിൻ്റെ അർത്ഥം. ഇത് ചെയ്യാം, റിഫൈൻമെൻറ്റ് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിലിണ്ടറിക്കൽ ലെൻസിൻ്റെ സൈനാണ് പോസിറ്റീവ് ഓർ നെഗറ്റീവ് സിലിണ്ടറിക്കൽ ആക്സിസ് ഓഫ് ദി JCC ഇൻസ്ട്രുമെൻറ്റ്. ഇഫ് ദ പേഷ്യൻറ്റ് പ്രിഫേഴ്സ് ദ പോസിറ്റീവ് ആക്സിസ് പേഷ്യൻറ്റ് പ്രിഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വി ടേൺ ദ ആക്സിസ് 5 to 10 ഡിഗ്രി ടുവാർഡ്സ് ഇറ്റ് ആൻഡ് ദ ഓപ്പോസിറ്റ് ഇഫ് ദ പേഷ്യൻറ്റ് പ്രിഫേഴ്സ് ഇറ്റ്സ് നെഗറ്റീവ്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്ലസ് പറയുകയാണെന്നുണ്ടെങ്കിൽ, പോസിറ്റീവ് സൈഡ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങോട്ടേക്ക് റൊട്ടേറ്റ് ചെയ്യണം? ടുവാർഡ്സ് പ്ലസ്സിലേക്ക് റൊട്ടേറ്റ് ചെയ്യണം. ആൻഡ് ദ ഓപ്പോസിറ്റ്, ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ മൈനസാണ്, ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഇങ്ങനത്തെ കേസിൽ മൈനസിൽ വരുമ്പോൾ. മൈനസാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങോട്ടേക്ക് റൊട്ടേറ്റ് ചെയ്യണം? മൈനസ് സൈഡിലേക്ക് റൊട്ടേറ്റ് ചെയ്യണം. മനസ്സിലായോ? ഇനി ദിസ് പ്രോസസ് ഈസ് റിപ്പീറ്റഡ് അൺടിൽ ദ പേഷ്യൻറ്റ് ഡസ് നോട്ട് നോട്ടീസ് എനി ഡിഫറൻസ്. ഓക്കെ, നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. അതായത് ഒരു ഡിഫറൻസും ഫീൽ ചെയ്യാത്തത് വരെ നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ആദ്യം നമ്മൾ 180 വെച്ചു, പേഷ്യൻറ്റിന് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ റൊട്ടേറ്റ് ചെയ്തു 10ലേക്ക് വെച്ചു, പേഷ്യൻറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ പിന്നെ അടുത്ത 5 to 10 ഡിഗ്രി ചേഞ്ച് ചെയ്തു, അപ്പോഴും പേഷ്യൻറ്റിന് ഫീൽ ചെയ്യുന്നുണ്ട്. അടുത്ത സ്റ്റെപ്പിൽ വെച്ചിട്ട് പേഷ്യൻറ്റിന് ഫീൽ ചെയ്യില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ അതായിരിക്കും പേഷ്യൻറ്റിൻ്റെ എക്സാക്റ്റ് ആയിട്ടുള്ള ആക്സിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? JCCയിൽ ആക്സിസ് റിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ആക്സിസ് റിഫൈൻ ചെയ്യുമ്പോൾ ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാപ്പാണ്, TAP. അതായത് ടെയില് ആക്സിസിന് പാരലാക്കി വരണം. ഓക്കെ, ടെയില് ആക്സിസ് പാരലൽ. അതുപോലെ തന്നെ നമ്മളിവിടെ എന്ത് ചെയ്യണം? നിർബന്ധമായിട്ടും സൈൻ കൺസിഡർ ചെയ്യണം. ഓക്കെ, സൈൻ എന്ത് ചെയ്തിരിക്കണം? കൺസിഡർ ചെയ്യണം. മൈനസ് ആണെന്നുണ്ടെങ്കിൽ മയോപ്പിക് സൈഡിലേക്ക്, അതേപോലെ തന്നെ പ്ലസ് ആണെന്നുണ്ടെങ്കിൽ പ്ലസിൻ്റെ സൈഡിലേക്ക് വേണം നമ്മൾ റൊട്ടേറ്റ് ചെയ്യാൻ. ഏറ്റവും ലാസ്റ്റ് നമ്മൾ റിഫൈൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ സിലിണ്ടറിൻ്റെ എക്സാക്റ്റ് ആയിട്ടുള്ള പവറാണ്. ഓക്കെ, പവർ റിഫൈൻ ചെയ്യാൻ പോകണം. ഇതാണ് ഏറ്റവും ലാസ്റ്റത്തെ സ്റ്റെപ്പ്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ആദ്യത്തെ പോയിൻ്റായിട്ട് പറയുന്നത് വെച്ചാൽ വിത്ത് ദ ആക്സിസ് ഇൻ പ്ലേസ് ദ അക്യുറേറ്റ് പവർ ഓഫ് ദി സിലിണ്ടർ ക്യാൻ ബി ഡിറ്റർമൈൻഡ്. നമ്മൾ ആക്സിസ് പ്രോപ്പറായിട്ട് റിഫൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിലിണ്ടറിൻ്റെ പവർ, ഓക്കെ, അത് കറക്റ്റായിട്ട് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. ഇനി ഈ ഒരു സ്റ്റെപ്പിന് നമ്മൾ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാസ് എന്നാണ്. ഓക്കെ, ടാപ്പ് ഹാസ്, ടാപ്പ്. ഓക്കെ, ഹാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെഡ് ആക്സിസിന് സെയിം ആക്കി വെക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ ടാപ്പിനകത്ത് എന്തായിരുന്നു? ടെയില് ആക്സിസിന് എന്താക്കി വെക്കുക? പാരലാക്കി വെക്കുക. ടെയില് ആക്സിസ് പാരലൽ. രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പവറിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെഡ് ആക്സിസിന് സെയിം ആക്കി വെക്കുക. ഓക്കെ, ഹെഡ് ആക്സിസിനോട് സെയിം ആക്കി വെക്കുക. അപ്പോൾ ഇതാണ് നമ്മളിവിടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം. ഇനി ദ പോസിറ്റീവ് ആക്സിസ്, ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് ഒരു പ്ലസ് സിലിണ്ടറിൻ്റെ എക്സാമ്പിൾ വെച്ചിട്ടാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ, പ്ലസ് സിലിണ്ടർ ആണെന്ന് വിചാരിക്കുക. ഇപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന റിഫ്രാക്ഷനിൽ +1 ഡയോപ്റ്റർ അറ്റ് 90 ഡിഗ്രി ആണെന്ന് വിചാരിക്കുക. അപ്പോൾ 90 ഡിഗ്രി വരുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ JCCയുടെ ഹെഡ് ഭാഗം എൻ്റെ പ്ലസ് സിലിണ്ടറിന് പാരലാക്കി വെക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ JCCയുടെ ഹെഡ് മാത്രമാണ്. ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? ഈ ഒരു ഭാഗം. ഇപ്പോൾ ഇതിൽ നമുക്ക് ടെയിലിന് റോളില്ല. ടെയില് നമ്മൾ ആക്സിസ് റിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടെയില്. നമ്മൾ പവറിലേക്ക് വരുന്ന സമയത്ത് ആരാണ്? ഹെഡാണ് റോൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ ആദ്യം പറഞ്ഞപ്പോൾ ഈ ഒരു കേസിൽ തന്നെ പറയാം. ഈ ഒരു കേസിൽ നമ്മൾ പ്ലസ് ആയിരുന്നു നമ്മുടെ പവർ വരുന്നത് അല്ലേ. +1 വരുന്ന സമയത്ത് +1ൻ്റെ ആക്സിസ് 90 ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? JCCയുടെ ആക്സിസും 90ൽ പാരലാക്കി വെക്കണം. ഓക്കെ, JCCയുടെ ആക്സിസും 90ൽ പാരലാക്കി വെക്കുക. അപ്പോൾ ആദ്യത്തെ പൊസിഷനിൽ ഇതായിരിക്കും പൊസിഷൻ നമ്പർ 1. ഓക്കെ, ഇതാണ് പൊസിഷൻ നമ്പർ 1. രണ്ടാമത്തെ പൊസിഷനിൽ എന്താവും? ഫ്ലിപ്പ് ചെയ്യുന്ന സമയത്ത് മൈനസ് സിലിണ്ടർ 90ൽ വരും. ഓക്കെ, അപ്പോൾ ഇത് പൊസിഷൻ നമ്പർ 1, ഇത് പൊസിഷൻ നമ്പർ 2. ഇനി എങ്ങനെയാണ് നമ്മളിത് പവർ റിഫൈൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ,
നമ്മൾ ഇതിൻ്റെ ഒരു പവർ ക്രോസ് എടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു പൊസിഷൻ്റെ പവർ ക്രോസ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം പ്ലസിൻ്റെ ആക്സിസ് ആണ് ഇവിടെ വരുന്നത് അല്ലേ. പ്ലസിൻ്റെ ആക്സിസ് ആണ്, ഞാൻ വീഡിയോയുടെ ഏറ്റവും ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്ലസ് സിലിണ്ടറിൻ്റെ ആക്സിസ് ആണ് 90 വരുന്നത്. അപ്പോൾ പവർ എവിടെ വരുന്നത്? പവർ വരുന്നത് 180 ഓക്കെ. പ്ലസിൻ്റെ ആക്സിസ് 90 വരും, പവർ 180 വരും. ഓക്കെ, അപ്പോൾ ഇവിടെ ഏതാ വരിക? മൈനസ് സിലിണ്ടർ ആയിരിക്കും വരിക. ഇനി രണ്ടാമത്തെ പൊസിഷനിലേക്ക് വെച്ചു. സിലിണ്ടർ ഫ്ലിപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൈനസ് സിലിണ്ടർ ഇവിടെ വരും, ഹൊറിസോണ്ടൽ മെറിഡിയനിൽ വരും. അതുപോലെ തന്നെ പ്ലസ് സിലിണ്ടർ വെർട്ടിക്കൽ മെറിഡിയനിലും വരും. ഓക്കെ, അപ്പോൾ എൻ്റെ പേഷ്യൻറ്റിന് ഫസ്റ്റ് ഈ ഒരു പൊസിഷൻ ക്ലിയർ ആയിട്ട് പറയുകയാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? മൈനസ് ആണ് എൻ്റെ ആക്സിസ്, പ്ലസ് ആണ് അവിടെ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പൊസിഷൻ കറക്റ്റ് ആവുകയാണ്. ഫ്ലിപ്പ് ചെയ്യുമ്പോൾ ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. പേഷ്യൻറ്റ് ഫ്ലിപ്പ് ചെയ്യുമ്പോൾ രണ്ടും ചെയ്യുമ്പോഴും ഈ പൊസിഷൻ ബെറ്റർ ആവുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതിൻ്റെ പ്ലസ് സിലിണ്ടറാണ് ഇവിടെ ഉള്ളത്, ഇതിൻ്റെ ആക്സിസ് വരുന്നത് ഇതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് കൊടുക്കണം? ഇങ്ങനെ വരുന്ന സമയത്ത് പ്ലസ് സിലിണ്ടറാണ് ഇവിടെ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ പവറിനകത്തേക്ക് ഒരു പ്ലസ് ആഡ് ചെയ്ത് കൊടുക്കണം. ഇനിയിപ്പോൾ നേരെ മറിച്ച് ഈ ഒരു കണ്ടീഷൻ ഇങ്ങനെയാണ് വെക്കുന്നത്. ഇങ്ങനെ വെക്കുന്ന സമയത്ത് പേഷ്യൻറ്റ് പറയുകയാണ് ഈ പൊസിഷനാണ് എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഈ ഒരു ആക്സിസ്, അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ സൈൻ കൺസിഡർ ചെയ്യണം. നമ്മളെ പ്ലസ് ലെൻസ് ആയിരുന്നു അല്ലേ, നമ്മൾ വെച്ചിരിക്കുന്നത് പ്ലസ് ലെൻസ് ആണ്. ഇതിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്ന സിലിണ്ടറിക്കൽ ലെൻസ് പ്ലസ് ലെൻസ് ആണ്. അപ്പോൾ പ്ലസ് ലെൻസിൻ്റെ മുകളിലേക്ക് ഞാൻ JCC പ്ലേസ് ചെയ്ത സമയത്ത് ഇതായിരുന്നു പ്ലസ് ലെൻസിൻ്റെ ആക്സിസ്. പക്ഷേ ഇവിടെ പവർ വരുന്നത് എവിടെയാണ്? നമ്മുടെ വെർട്ടിക്കൽ മെറിഡിയനിലാണ് പവർ വരുന്നത്. അപ്പോൾ ഈ ഒരു പൊസിഷൻ പേഷ്യൻറ്റിന് ബെറ്റർ ആയിട്ട് തോന്നുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്താ, മയോപ്പിക്കാണ് അവിടെ നമ്മൾ പവർ പേഷ്യൻ്റ് അക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കണം? പവർ കുറയ്ക്കണം. ഓക്കെ, പവർ കുറച്ചിട്ട് വീണ്ടും നമ്മൾ ഫ്ലിപ്പ് ചെയ്യുക. ഫ്ലിപ്പ് ചെയ്ത് ഏത് പൊസിഷനിലാണോ പേഷ്യൻ്റ് രണ്ട് പൊസിഷനും തമ്മിൽ ഡിഫറൻസ് ഇല്ലാത്തത്, ആ പൊസിഷനായിരിക്കും നമ്മുടെ ബെസ്റ്റ് ഫിറ്റ് ആസ്റ്റിഗ്മാറ്റിസത്തിൻ്റെ പവർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആസ്റ്റിഗ്മാറ്റിസത്തിൻ്റെ പവറും ആക്സിസും അതുപോലെ തന്നെ ആസ്റ്റിഗ്മാറ്റിസം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ JCC ഉപയോഗിച്ചിട്ട് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കാം. പിന്നെ ഇത് ചെറിയൊരു കൺഫ്യൂസിങ് ആയിരിക്കും, എന്നാലും കുറച്ച് ലെങ്ത്തും ഉണ്ടാവും. എന്നാലും എനിക്ക് തോന്നുന്നു ജസ്റ്റ് ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവുമായിരിക്കും. ഓക്കെ, അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ടപ്പോൾ വീണ്ടും കാണാം.